വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് നമുക്കിപ്പോൾ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എത്ര മാർക്ക് വേണം നമുക്ക് പാസ് ആവാനായിട്ട്, അല്ലെങ്കിൽ തിയറി പേപ്പറിന് എത്ര മാർക്കാണ്, അല്ലെങ്കിൽ അസൈൻമെന്റ് പേപ്പറിന് എത്ര മാർക്കാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പൊ സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ഡേറ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം എക്സാംസ് നമുക്കിപ്പോൾ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ പേർക്കും വരുന്ന സംശയമാണ് എങ്ങനെയാണ് എക്സാമിന് മാർക്ക് വരുന്നത്, അല്ലെങ്കിൽ തിയറി പേപ്പറിന് എത്ര മാർക്കാണ്, അതുപോലെ തന്നെ അസൈൻമെന്റ് പേപ്പറിന് എത്ര മാർക്കാണെന്നുള്ളത് ഒരുപാട് പേർക്ക് വരുന്ന സംശയമാണ്. അപ്പൊ തിയറി പേപ്പറിലും അതുപോലെ തന്നെ അസൈൻമെന്റ് പേപ്പറിലും സെപ്പറേറ്റ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ മാർക്ക്, അതായത് ടോട്ടൽ തിയറി പേപ്പറിൽ 70 മാർക്കും അസൈൻമെന്റ് പേപ്പറിന് 30 മാർക്കുമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 100 മാർക്കാണ് ടോട്ടൽ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ 100 മാർക്കിൽ 35 മാർക്കാണ് നമുക്ക് പാസ് മാർക്കായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു തിയറി പേപ്പറിലാണെങ്കിലും അതല്ല അസൈൻമെന്റ് പേപ്പറിലാണെങ്കിലും സെപ്പറേറ്റ് എല്ലാവരും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 70 മാർക്കിലാണ് എക്സാം വരുന്നതെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 21 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 21 മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തിയറി പേപ്പറിൽ പാസ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ അസൈൻമെന്റ് പേപ്പറിൽ 30 മാർക്കിനാണ് അസൈൻമെന്റ് ഉണ്ടായിരിക്കുക. അതിനകത്ത് നമുക്കൊരു 15 മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് പാസ് ആവാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 100 മാർക്കിലാണെങ്കിൽ 35 മാർക്കിൽ മുകളിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കോമൺ പേപ്പേഴ്സിന് നമുക്ക് 45 മാർക്കാണ് വരാറുള്ളത്. 45 മാർക്ക് പ്ലസ് നമുക്ക് അസൈൻമെന്റിന്റെ മാർക്ക്, അതായത് തിയറി അസൈൻമെന്റിന് നമുക്ക് 20 മാർക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു 45 പ്ലസ് 20 മാർക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65 മാർക്കാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പൊ ഈ ഒരു റിട്ടൺ എക്സാം 45 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടൺ എക്സാമിൽ 14 മാർക്കെങ്കിലും സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പേപ്പറിൽ പാസ് ആവാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അസൈൻമെന്റിൽ നമുക്ക് 10 മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പൊ 45 മാർക്കും 10 മാർക്കും കൂട്ടിയിട്ട് നമുക്കിപ്പോൾ 23 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 45 മാർക്കിന്റെ എക്സാം അല്ലെങ്കിൽ തിയറി പേപ്പറിലും അസൈൻമെന്റ് പേപ്പറിലും ഒരുപോലെ നമ്മൾ പാസ് ആവത്തുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്